ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അഗ്ലോണിമ സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ നടേണ്ട ശരിയായ രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്ലാന്റ്സുകൾ അയച്ച് സേഫായിട്ട് കയ്യിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തതിന് ശേഷം അത് പോട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് പല ആളുകളും മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ കാണിച്ച് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളെ. എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ അഗ്ലോണിമയുടെ സീഡ്ലിംഗ് പ്ലാന്റുകളാണ്. ഇതുപോലെ ചെറിയ 1 ഇഞ്ച് 2 ഇഞ്ച് സൈസൊക്കെ വരുന്ന നെറ്റ് പോട്ടുകളിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. ഈ നെറ്റ് പോട്ടോടു കൂടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. സീഡ്ലിംഗ് പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ പ്ലാന്റുകളാണ്. ചെറിയ പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സീഡ്ലിംഗ് പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ റെയർ വെറൈറ്റികളായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിന്റെ വലിപ്പം മാറുന്ന അനുസരിച്ച് റേറ്റുകളും വ്യത്യാസം വരും. ചെറിയ പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ റേറ്റ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് 2 ഇഞ്ച് സൈസൊക്കെ വരുന്ന നെറ്റ് പോട്ടുകളിലാണ് ഈ പ്ലാന്റുകൾ വരുന്നത്. നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതും ഈ നെറ്റ് പോട്ടോടുകൂടി തന്നെയാണ്. അപ്പോൾ പല ആളുകളും കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിക്കഴിയുമ്പം ആ നെറ്റ് പോട്ടൊക്കെ റിമൂവ് ചെയ്ത് അതിന്റെ ചുവടിലുള്ള ഇതൊക്കെ കളഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പോട്ട് മിക്സിലേക്കൊക്കെ നട്ട് പ്ലാന്റ് പെട്ടെന്ന് വളർന്ന് നന്നായി വരുമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. പക്ഷെ അത് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഒരുപാട് പ്ലാന്റുകൾ നട്ട് പരിചയത്തിന് പുറത്ത് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഇത് ശരിക്കും ന്യൂ ബോൺ ബേബീസിനെ പോലെയുള്ള പ്ലാന്റുകൾ തന്നെയാണ്. നമ്മൾ ജനിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞിന് ഒരിക്കലും വെള്ളത്തിനകത്തേക്ക് ഇടുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ കൊടുക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. നമ്മൾ അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ ന്യൂ ബോൺ ആയിട്ടുള്ള പ്ലാന്റുകളാണിത്. അപ്പോൾ അതിന് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതിലാണ് കേട്ടോ നമ്മുടെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതിൽ മാത്രം കാര്യമില്ല, നിങ്ങളത് എങ്ങനെ പരിപാലിച്ച് വളർത്തിയെടുക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ഈ നെറ്റ് പോട്ട് റിമൂവ് ചെയ്ത് കളയാൻ പല ആളുകളും പറയുന്നത് അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടുകൾ അതിനകത്ത് തിങ്ങി നിറയൂലേ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ആവശ്യം ആദ്യം ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്ന് വരിക എന്നുള്ളതാണ്. ഈ നെറ്റ് പോട്ടുകളുടെ ഇടയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് നിറഞ്ഞു വരുന്നെങ്കിൽ റൂട്ടുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വന്നാൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് തിങ്ങി നിറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യം ഈ വളരെ ചെറിയ പ്ലാന്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പോട്ടി മിക്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് എടുക്കേണ്ട, ചകിരിച്ചോറും പെർലൈറ്റും മാത്രം എടുത്താൽ മതിയേ. അപ്പോൾ ഇത് ചകിരിച്ചോറും പെർലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെളുത്ത സാധനമാണ് കേട്ടോ. പല ആളുകൾക്കും അറിയത്തില്ല. ഇത് നമുക്ക് അടുത്തുള്ള കടകളിൽ പോയി ചോദിച്ചാൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് പോട്ടി മിക്സിനകത്ത് എയർ സർക്കുലേഷൻ കൂടാനും ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനൊക്കെ ഈ പെർലൈറ്റ് നമ്മളെ സഹായിക്കുക. പ്ലാന്റിൻ്റെ ഗ്രോത്തിന് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പെർലൈറ്റ് കേട്ടോ. അപ്പോൾ ഈ സീഡ്ലിംഗ് പ്ലാന്റുകൾക്ക് വേണ്ട ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ചകിരിച്ചോറും പെർലൈറ്റും മാത്രം മിക്സാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് വേറെ യാതൊരുവിധ വളങ്ങളോ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നിങ്ങളുടെ പ്ലാന്റുകൾ ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോട്ടി മിക്സ് തന്നെ നിങ്ങൾ ഉപയോഗിക്കണേ. അപ്പോൾ ചകിരിച്ചോറും പെർലൈറ്റും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിനകത്ത് ചാണകപ്പൊടി പോലുള്ള ഒരു ഐറ്റംസും, അത് വലിയ മദർ പ്ലാന്റുകളാണ് നിങ്ങൾ നടുന്നതെന്നുണ്ടെങ്കിലും ചാണകപ്പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാവേ. ഇതിനകത്തേക്ക് നമുക്കൊരു ഫംഗിസൈഡ് കൂടി ഇട്ട് കൊടുക്കണം, നല്ലതാണ്. നമ്മൾ സാഫാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാഫ് കൂടി ഇതിനകത്ത് വളരെ ചെറിയൊരു അളവിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിൻ്റെ റൂട്ടിനൊന്നും ചീച്ചിൽ വരാതെ ഇരിക്കാനായിട്ട് സാഫ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് പല ആളുകളും ചോദിക്കും. ഇതിന് നമ്മൾ നമ്മുടെ ഒരു കയ്യിലിരിക്കുന്ന പ്ലാന്റ് നടാൻ എത്ര പോട്ടി മിക്സ് ആണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ചകിരിച്ചോറ് എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് പെർലൈറ്റും കൂടി ഇട്ട് മിക്സ് ആക്കുമ്പോൾ നമുക്കറിയാലോ. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു ഐഡിയപരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാഫും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്രോത്തിന് ഏറ്റവും വേറെ വളങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കരുത്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ കയ്യിൽ ബാസാക്കോട്ട ഉണ്ടെങ്കിൽ ബാസാക്കോട്ട ഇട്ട് കൊടുക്കാവേ. ബാസാക്കോട്ട എന്ന് പറയുന്നത് വളരെ സ്ലോ റിലീസായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു ടൈം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തോളം ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുവേ. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് 6 മാസം വരെയും കിട്ടും. ഒരു പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൾറെഡി ബാസാക്കോട്ട കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാസാക്കോട്ടയൊന്നും നമുക്ക് അങ്ങനെ അധികം എല്ലായിടത്തൊന്നും കിട്ടില്ല. നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. 250 ഗ്രാമിന് 330 രൂപ പ്ലസ് CC ആണ് കേട്ടോ. ആർക്കെങ്കിലും ബാസാക്കോട്ട വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളെ. ഇതൊക്കെ നമുക്ക് ഒരു പോട്ടിനകത്തേക്ക് ബാസാക്കോട്ട ഒരു 6-7 തരി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 6 മാസത്തേക്ക് ആ പ്ലാന്റിന് വേണ്ട എല്ലാ ഗ്രോത്തിന് വേണ്ട എല്ലാ ഇതും ഇതിനകത്ത് ഈ ഒരു ബാസാക്കോട്ടയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളെ. അപ്പോൾ ഇത് വളരെ ചെറിയ പ്ലാന്റുകളായതുകൊണ്ട് തന്നെ നമ്മളിത് നടാനും വളരെ ചെറിയ പോട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഇഞ്ച് സൈസ് വരുന്ന ഒരു പോട്ടാണ്. അപ്പോൾ ഒരു 5 ഇഞ്ച് വരെയൊക്കെ ഉള്ള പോട്ടിൽ നട്ടാൽ മതി. ഒരു 8 ഇഞ്ച് സൈസ് ഒന്നും വരുന്ന പോട്ടുകളിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ നടരുത്. അപ്പോൾ അങ്ങനെ നടുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കൂടുതൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അതിനകത്ത് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു വളരെ ചെറിയൊരു പോട്ടിൽ നടുന്നതാണ് കേട്ടോ നല്ലത്. നല്ല
അപ്പോൾ നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ട് തന്നെ എടുക്കുക. ആദ്യം അതിൻ്റെ അടിയിലേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നെറ്റ് പോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ അളവ് വരെ നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നെറ്റ് പോട്ട് ഇറക്കി വെച്ചിട്ട് ബാക്കിയുള്ള സൈഡിൽ കൂടി നമ്മുടെ ഒരു പോട്ടി മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ സൈഡുകളിലേക്ക് ഒരു പോട്ടി മിക്സ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചിട്ട് ഇത് വെച്ചാൽ മതിയിട്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട്. ഇതിനകത്ത് ഒരുപാട് പണിയും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ പെർലൈറ്റിൻ്റെ ഒക്കെ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ നെറ്റ് പോട്ടൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് പ്ലാന്റ് നട്ട് ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ പ്ലാന്റ് ചീഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. നിങ്ങൾ അപ്പോൾ ഒരു കാരണവശാലും ഈ നെറ്റ് പോട്ട് റിമൂവ് ചെയ്യരുത്. നെറ്റ് പോട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് നശിച്ചു പോവുകയില്ല കേട്ടോ. നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ നട്ട് ഒരു പരിചയത്തിൻ്റെ പുറത്ത് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ നെറ്റ് പോട്ട് റിമൂവ് ചെയ്യാതെ ഈ രീതിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോവില്ല കേട്ടോ. എനിക്ക് ഇവിടുന്ന് പ്ലാന്റുകൾ സെയിലായി പോകുന്നതിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലെ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടി, അത് നല്ല രീതിയിൽ വളർന്നു വന്നു എന്ന് അറിയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.